നമസ്തേ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. അതായത് പാലക് ചീരയും പനീറും കൂടെ വെച്ചിട്ടുള്ളൂ. പാലക് പനീർ. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: പാലക് ഒരു കെട്ട്, പാലക് ചീര ഒരു കെട്ട്, പിന്നെ പനീർ ഒരു പാക്കറ്റ്, ടൊമാറ്റോ, ഒരു സവാള, ഒരു കഷ്ണം ഇഞ്ചി, ഒരു 3 പച്ചമുളക്, പിന്നെ കുറച്ച് ഒരു 10-12 വെളുത്തുള്ളി. ചെറിയ അല്ലിയാണെങ്കിൽ ഒരു 10-12 അല്ലി വെളുത്തുള്ളി. പനീർ ആദ്യം ഒന്ന് കഴുകി കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് വേവിക്കണം. നല്ലപോലെ സോഫ്റ്റ് ആക്കി എടുക്കണം. വേവിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പനീർ ഒന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട്. അതുപോലെ പാലക്കും കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് വാട്ടിയെടുക്കണം. പാലക്കിൻ്റെ ഇല വാട്ടിയെടുക്കണം. വളരെ കുറച്ച് വെള്ളം മതി, ഇല വാടാൻ വേണ്ടി മാത്രമുള്ള വെള്ളം. അങ്ങനെ പാലക്കും പനീറും അടുപ്പിൽ ബോയിൽ ചെയ്യാൻ വെക്കണം. പനീറും ബോയിലാകുന്ന സമയം കൊണ്ട് നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കാം. അതായത് ഞാൻ തക്കാളിയുടെ തൊലിയും കുരുവൊന്നും ഉപയോഗിക്കാറില്ല. അതുകൊണ്ട് ഞാനിങ്ങനെ തക്കാളിയുടെ തൊലി ഇങ്ങനെ ചെത്തിക്കളയും. വെള്ളത്തിലിട്ട് ബോയിൽ ചെയ്തും ഇളക്കി കളയാൻ തൊലി, പക്ഷെ ഞാനിങ്ങനെ ചെത്തിയാണ് കളയുന്നത്. ചെത്തി കളഞ്ഞിട്ട് തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകും മിക്സിയിലിട്ട് നന്നായിട്ട് അരയ്ക്കണം. വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും സവാളയും തക്കാളി നന്നായിട്ട് മിക്സിയിലിട്ട് അരയ്ക്കണം. അത്രയും സമയം കൊണ്ട് പാലക്ക് ബോയിലായിക്കൊണ്ടിരിക്കും. ഇനിയും കുറച്ച് നേരം അടച്ചു വെച്ച് ബോയിൽ ചെയ്യും. ഈ അരയ്ക്കാനുള്ള സാധനങ്ങളെല്ലാം മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അരച്ച് പേസ്റ്റ് ആക്കി എടുക്കണം. പാലച്ചീര വാടി, ഇനി അതൊന്ന് തണുത്തിട്ട് അരിച്ചെടുക്കണം. അത് തിളച്ചിട്ടില്ല. ഒരു ചട്ടി ചൂടാക്കുക. ചട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചട്ടി ഉപയോഗിക്കുന്നതുകൊണ്ടാണ്. ചട്ടി എന്ന് പറഞ്ഞാൽ ഇഷ്ടമുള്ള പാത്രം, പാനെങ്കിൽ പാന്, അങ്ങനെയെങ്കിലും. ഞാൻ മൺചട്ടിയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഇതിന് എന്തെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. റിഫൈൻഡ് ഓയിൽ വേണമെങ്കിൽ റിഫൈൻഡ് ഓയിൽ ഉപയോഗിക്കാം, വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാം, നമ്മളുടെ ടേസ്റ്റിനനുസരിച്ച്. ഇത് ദേശിഗി എന്ന് പറഞ്ഞാൽ നമ്മുടെ എരുമനെയ്യ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അമൂലിൻ്റെ നെയ്യാണ്. വെള്ള നിറത്തി വരുന്നത് ദേശിഗി ആയിരിക്കും, വെള്ള ടിന്നിൽ വരുന്നത്. മഞ്ഞ ടിന്ന് പശുവിൻ്റെ നെയ്യും. അങ്ങനെ. അപ്പോൾ കുറച്ച് നെയ്യാണ് ഒഴിക്കുന്നത്. നോർത്ത് ഇന്ത്യൻസ് നെയ്യ് ഉപയോഗിക്കുന്നതുകൊണ്ട് ഞാൻ ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ആ നെയ്യ് ഉപയോഗിക്കുന്നത്. നെയ്യല്ല, ഏത് ഓയിൽ ഉപയോഗിക്കുന്നെങ്കിലും ഉപയോഗിക്കാം. എണ്ണ ഒഴിച്ച് അത് ചൂടായി വരുമ്പോൾ കുറച്ച് പട്ട, എൻ്റെ ഈ കറുവപ്പട്ട ഇത് ഞാൻ വീട്ടിൽ നിന്ന് തന്നെ എടുത്തതായതുകൊണ്ടാണ് ഇതിങ്ങനെ ഇരിക്കുന്നത്. വാങ്ങിക്കുന്ന പട്ടയാണെങ്കിൽ ഒരു 2 കഷ്ണം ഇട്ടാൽ മതി. ഇത് വീട്ടിൽ നിന്ന് ചുരണ്ടി എടുത്തതാണ് മരത്തേന്ന്. പിന്നെ ഒരു 4 ഏലക്ക. ഈ ചേർക്കുന്ന സ്റ്റേരിയോയ്ക്ക് വേണ്ട കാര്യമാണ് പറയുന്നത്. ചെറിയ ഗ്രാമ്പു ആണെങ്കിൽ ഒരു 5 ഗ്രാമ്പു, ചെറിയ ഗ്രാമ്പു 5 ഗ്രാമ്പു. ഈ എണ്ണ നെയ്യ് ചൂടായി കഴിയുമ്പോൾ, നെയ്യോ ബട്ടർ വേണമെങ്കിൽ ഇട്ടും ഉണ്ടാക്കാം. ചൂടായി കഴിയുമ്പോൾ ഇത് ഇടുക. ചൂടായിട്ട് വേണം ഇടാൻ. ഇത് ചൂടാകാതെ ഇട്ടത് കൊണ്ട് ഇത് ഈ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ്, തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, സവാള, അത്രയും കൂടെ അരച്ച പേസ്റ്റ് നന്നായിട്ട് മൂത്ത് മണം വന്ന് തുടങ്ങുമ്പോൾ ഗ്രാമ്പുമൊക്കെ പൊട്ടിത്തെറിക്കും, സൂക്ഷിക്കണം. വേണമെങ്കിൽ കുറച്ച് നേരം അടച്ചു വെച്ചാലും കുഴപ്പമില്ല. ഗ്രാമ്പു പൊട്ടും. എണ്ണ ചൂടായി കഴിയുമ്പോൾ ഗ്രാമ്പു പൊട്ടി തെറിച്ചു പോവും. ഏലക്കായും അതുപോലെ തന്നെ തെറിക്കും. അതൊന്ന്
ചൂടായി ഒന്ന് മൂത്ത മണം വന്ന് തുടങ്ങുമ്പോൾ ഈ അരച്ചു വെച്ചിരിക്കുന്ന പേസ്റ്റ് അതിലോട്ടൊഴിക്കണം. പാലക്കെല്ലാം വാടിയിരിക്കുക, അതും ഇനി അരയ്ക്കണം. ഞാൻ വെള്ളവും ലാഭം നോക്കാൻ വേണ്ടിയിട്ട് ഈ ജാറിൽ തന്നെ അങ്ങ് അരയ്ക്കും. ഈ ജാർ കഴുകത്തില്ല, ഈ ജാറിൽ തന്നെ അങ്ങ് അരയ്ക്കും. പാലക്ക് മൂത്തു തുടങ്ങി. ഇത് മൂത്തു, ഈ മസാലകൾ മൂത്തു, പട്ടയും ഗ്രാമ്പുവും ഏലക്കായും മൂത്തു. അതിനകത്തോട്ട് ഈ അരച്ച പേസ്റ്റ് ചേർത്ത്. ഈ പാലച്ചീര നമുക്ക് വളർത്താവുന്നതാണ്. നമ്മുടെ ചീര പോലെ, നമ്മുടെ ഈ നാടൻ ചീര പോലെ ഇതിന് അസുഖങ്ങളൊന്നും അങ്ങനെ വരാറില്ല. പൊതുവെ കീടശല്യങ്ങളൊക്കെ പൊതുവെ കുറവായിട്ട് വരുന്ന ഒരു ചീരയാണ്. അങ്ങനെ വരാറേ ഇല്ല. പിന്നെ മിന്നാമിനിങ് തിന്നും, ചെറിയ ചെറിയ പുള്ളി പോലെ പാട് വരും. ആ മിന്നാമിനിങ് തിന്നിട്ട് ഓട്ട വരും, ഓള് പോലെ വരുമല്ലോ. അത് മാത്രമേ ഉള്ളൂ ഈ പാലച്ചീരയ്ക്ക് നമ്മുടെ ഇവിടെ വരുന്ന ഒരു അസുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലാതെ ഒരു ചട്ടിക്കകത്തൊരു 3 പാലച്ചീര ഉണ്ടെങ്കിൽ നമുക്ക് 1-2 വർഷം ഇലയെടുക്കാൻ പറ്റും. ആ ചീര പോകത്തില്ല, അതങ്ങനെ തന്നെ നിൽക്കും. ഇലകൾ നമുക്ക് നുള്ളി എടുക്കാം. ദിവസവും ഓരോ പിടി ഇല എടുക്കാൻ കിട്ടും. ഒരു 4 പാലച്ചീര ഉണ്ടെങ്കിൽ. ഞാൻ നട്ടിട്ടുണ്ട്. എൻ്റെ തൈകളായി കുഞ്ഞായി വരുന്നതേ ഉള്ളൂ. അതുപോലെ മല്ലിയിലയാണ്. എൻ്റെ മല്ലിയില ഇല്ലാത്തതുകൊണ്ട് ഇതിനകത്ത് മല്ലിയില ചേർക്കാൻ പറ്റത്തില്ല എനിക്ക്. ഞാൻ മല്ലിയും കൃഷി ചെയ്യുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. എൻ്റെ മല്ലി പൊടിപ്പിക്കാൻ വാങ്ങിക്കുന്ന മല്ലിക്ക് അതൊന്ന് കുറച്ച് മല്ലി എടുത്തിട്ട് ഞാനത് ചെറിയ ചട്ടിപ്പാകി മുളപ്പിക്കും. അതും ഇതുപോലെ ഞാൻ ഓരോരോ ഇല നുള്ളി എടുക്കത്തതേ ഉള്ളൂ, പിഴുതെടുക്കത്തില്ല. കുറേ നാൾ നിൽക്കും, നുള്ളി എടുക്കും. പിന്നെ അത് പൂത്തു തുടങ്ങുമ്പോൾ ശരിയാകത്തില്ല. പൂത്തു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് പോകും. അതുവരെ അതിൻ്റെ ഇല നുള്ളി എടുക്കാൻ പറ്റും. മല്ലിയില ഞാൻ കാണിച്ചു തരാം. മല്ലിയില എൻ്റെ മല്ലിച്ചെടിയും പാലച്ചെടിയും ഒക്കെ കാണിച്ചു തരാം. വളർന്നു വരുന്നതേ ഉള്ളൂ. പാലക്ക് 2 ടൈപ്പ് ഉണ്ട്. തണ്ട് ചുമന്ന ടൈപ്പ് ഒരു പാലക്കും ഉണ്ട്, പച്ചയുണ്ട്. ഞാനിപ്പോൾ വാങ്ങിച്ചിരിക്കുന്ന പച്ച പാലക്കാണ്. 2 വെറൈറ്റി ഉണ്ട് പാലക്ക്. ഇതെങ്ങനെ മൂത്തുകൊണ്ടിരിക്കുന്നു. പാലക്ക് ഇതേ ജാറിലേക്ക് തന്നെ ഞാൻ ഈ പാലക്കിൻ്റെ ഇല ഇങ്ങനെ പാലക്കിൻ്റെ ഇല ഇതുപോലെ മിക്സിയിലിട്ട് നന്നായി അടിച്ചെടുക്കണം. അരച്ച് പേസ്റ്റ് ആക്കണം. പാലക്കിൻ്റെ ഇലയും പേസ്റ്റ് ആക്കിയെടുക്കും. പാലക്കിൻ്റെ ഇലയും പേസ്റ്റാക്കി ഇങ്ങനെ പേസ്റ്റാക്കി എടുത്തു. പേസ്റ്റാക്കി പിന്നെ ഇതിങ്ങനെ മൂത്തോണ്ടേ ഇരിക്കും. അത് നന്നായിട്ട് ശരിക്കും എണ്ണ വറ്റണം. ഇതിൻ്റെ എണ്ണ വറ്റുന്നിടം വരെ. പിന്നെ മഞ്ഞപ്പൊടി ചേർക്കും. ഞാൻ കുറച്ച് മഞ്ഞപ്പൊടി ചേർക്കും. മഞ്ഞപ്പൊടി ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ഞാൻ എല്ലാത്തിലും മഞ്ഞപ്പൊടി ചേർക്കും. പിന്നെ ഉപ്പ് ചേർത്താൽ വേഗം വെള്ളം വറ്റി കിട്ടും. അതുകൊണ്ട് ഉപ്പ് ചേർത്ത്, പച്ചമുളക് ചേർത്തിട്ടുള്ളതുകൊണ്ട് ഇനിയും പ്രത്യേകിച്ച് ഇതിന് എരിവൊന്നും ആവശ്യമില്ല. പിന്നെ എരിവ് ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ ഈ ഉള്ളി വഴണ്ടി കഴിയുമ്പോൾ അതിനകത്ത് കുറച്ച് മുളക് പൊടി വേണമെങ്കിൽ ചേർക്കാം. മസാലയും കൂടുതൽ വേണമെന്ന് തോന്നുന്നവർക്ക് ചേർക്കാം. മസാല ആവശ്യമില്ല, ചെറിയ ലൈറ്റായിട്ടുള്ള മസാലയായിരിക്കും. അധികം മസാല ഉപയോഗിക്കത്തില്ല. ഈ മുഴുവനായിട്ട് ഇടുന്നതുകൊണ്ട് അത് ഒത്തിരി സ്പൈസി ആയിട്ട് തോന്നത്തില്ല. അത് ആവശ്യത്തിന് ചെറുതായിട്ട് കുറേശ്ശെ വരുത്തതേ ഉള്ളൂ. അപ്പോൾ പിന്നെ അധികം സ്പൈസി അല്ല. നമ്മളുടെ കൂട്ട് നോർത്ത് ഇന്ത്യൻസ് അധികം ഈ ചുമന്ന മുളക് പൊടി ഉപയോഗിക്കത്തില്ല. അവർ കൂടുതലും പച്ചമുളകും കുരുമുളകും ഒക്കെയാണ് കൂടുതലും ഉപയോഗിക്കുന്നത്. ഈ മസാല ചേർത്തൊക്കെ ഏകദേശം വഴണ്ടു, വെള്ളമൊക്കെ വറ്റി മണമൊക്കെ വന്നു തുടങ്ങി. അപ്പം ഇനി ഈ അരച്ച് വെച്ചിരിക്കുന്ന പാലക്കിൻ്റെ ഇല, വാട്ടി അരച്ച് വെച്ചിരിക്കുന്ന പാലക്കിൻ്റെ ഇല ചേർത്ത് കൊടുക്കണം. കുറച്ച് വെള്ളം നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കാം. ഒത്തിരി വെള്ളം വേണമെന്നില്ല, ഇതൊരു കുറുകിയിരിക്കുന്ന കറിയാണല്ലോ, അധികം വെള്ളം വേണ്ട. എന്നിട്ട് നേരത്തെ നമ്മൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന പനീർ, ചിലർ പനീർ
റോസ്റ്റ് ചെയ്തിടും. അതായത് ഒന്ന് എണ്ണയ്ക്കകത്ത് വാട്ടിയിട്ട് അങ്ങനെ ഇടും. ഞാൻ പാനീർ അങ്ങനെ വാട്ടാറില്ല. വാട്ടി വേണമെങ്കിലും ഇടാം. ഒന്ന് ബട്ടറിനകത്ത് മൂപ്പിച്ചിട്ടൊക്കെ അങ്ങനെ ടേസ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഞാനങ്ങനെ ചെയ്യാറില്ല, ഇങ്ങനെയാണ് ചെയ്യുന്നത്. എന്നിട്ട് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ കസൂരി മേത്തി എന്ന് പറഞ്ഞ് വാങ്ങിക്കാൻ കിട്ടും. അതായത് എൻ്റെ കയ്യിലുണ്ട് അത്, പക്ഷേ ഇടുന്നില്ല ഞാനിപ്പോൾ. അത് ഉലുവയുടെ ഇല ഉണക്കിയ പാക്കറ്റാക്കി വരുന്നത്. അത് ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് അടുപ്പയിലിട്ടൊന്ന് എണ്ണയൊന്നും ഒഴിക്കാതെ വെറുതെ ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ അത് നല്ല ക്രിസ്പി ആവും. അപ്പോൾ കൈയുടെ വെള്ളം വെച്ച് ഒന്ന് പൊടിച്ചു കഴിഞ്ഞാൽ വെള്ളം വെച്ച് പൊടിക്കാം തണുത്ത് കഴിയുമ്പോൾ. അത് ഏറ്റവും അവസാനം ഇടും. മല്ലിയില ഇടും. ഞാൻ കസൂരി മേത്തി ഇടുന്നില്ല, എൻ്റെ കയ്യിലുണ്ട് കസൂരി മേത്തി, ഇടുന്നില്ല. പക്ഷെ മല്ലിയിലയും ഇടും. മല്ലിയിലയും എനിക്ക് വാങ്ങിക്കുന്ന മല്ലിയില ഞാൻ ഉപയോഗിക്കാറില്ല, നല്ല വിഷമാണ്. അതുകൊണ്ട് അതൊക്കെ ഇങ്ങനെ പാടങ്ങളിൽ പോയി കാണുന്നത് കൊണ്ട് അത് ഉപയോഗിക്കാൻ വലിയ വിഷമമാണ് മല്ലിയിലയൊക്കെ. ഇത് ഞാൻ നട്ടിട്ടുണ്ട്. അത് വളരാൻ കുറേ താമസമാണ്. നമ്മൾ നടുന്ന മല്ലിയില വളരാൻ കുറേ സമയം എടുക്കും. അപ്പോൾ ഇത് തിളച്ച് കഴിഞ്ഞ് ഓഫ് ചെയ്യുക, മല്ലിയില ഇടുക, ഓഫ് ചെയ്യുക. അത്രയേ ഉള്ളൂ. പാലക് റെഡി. പാലക് പനീർ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ നമസ്തേ. ഇതാ എൻ്റെ മല്ലിയില എന്ന് പറഞ്ഞാൽ ചെടികളാണ്. അതായത് പൊടിക്കാൻ വാങ്ങിച്ച മല്ലി എടുത്തിട്ട് പാകി കിളിപ്പിച്ചതാണ്. ഇത് പാലക്കിൻ്റെ തൈകളാണ്. ഇതൊക്കെ പാലക്കാണ്. ഇതൊക്കെ പാലക്ക് തൈയാണ്. ഇത് പാലക്ക് മുളച്ച് വരുക കണ്ടോ. ചട്ടിയിൽ ഇങ്ങനെ അത്യാവശ്യം ഇതൊക്കെ മുളച്ച് വരുന്ന തൈകളാണ് പാലക്കിൻ്റെ. കണ്ടോ ഇങ്ങനെ. ഇതൊക്കെ പാലക്ക് തൈകളാണ്. ഇത് പച്ചമുളകുണ്ട്. കണ്ടോ പച്ചമുളക് അത്യാവശ്യം. ഇതൊരു കാട്ടു തക്കാളിയാണ്. കുംഭമേളയ്ക്ക് പോയപ്പോൾ അവിടെ നിന്ന് കിട്ടിയ ഒരു കാട്ടു തക്കാളിയാണ്. അതിൻ്റെ വിത്ത് മുളപ്പിച്ചതാണ്. അത്യാവശ്യം ഇങ്ങനെ നമുക്ക് വേണ്ട പച്ചക്കറികളൊക്കെ ഇങ്ങനെ ബാൽക്കണിയിലാണ് ഇത് കേട്ടോ നടാം.